അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, വിശ്വാസികളെ, കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം തുടങ്ങിവെച്ച മലക്കുകളിലുള്ള വിശ്വാസം എപ്രകാരമായിരിക്കണം എന്ന ബൃഹത്തായ പ്രാധാന്യമർഹിക്കുന്ന വിഷയത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, മലക്കുകളെ സംബന്ധിച്ച് വിശ്വസിക്കുന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, എങ്ങനെയാണ് ഒരു വിശ്വാസി മലക്കുകളിൽ വിശ്വസിക്കേണ്ടത്, എപ്രകാരമെല്ലാം അവരെ സംബന്ധിച്ചവൻ ഗ്രഹിച്ചിരിക്കണം. ഒന്നാമതായി, അവരുടെ അസ്തിത്വത്തിലുള്ള വിശ്വാസം തന്നെയാണ് ആദ്യമായി ഉണ്ടാകേണ്ടത്. ഒരു വിഭാഗം ഏതൊരു കാര്യമാണെങ്കിലും അത് ഉണ്ട് എന്ന് വിശ്വസിക്കലാണല്ലോ അതിൻ്റെ ആദ്യപടി. നിഷേധിക്കുന്നവർക്ക് പിന്നെ ബാക്കി കാര്യങ്ങൾ ഉൾക്കൊള്ളാനാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ മലക്കുകളുടെ അസ്തിത്വം, അവർ ഉണ്ട്, അങ്ങനെ ഒരു വിഭാഗമുണ്ട്, റബ്ബിൻ്റെ സൃഷ്ടികളായി എന്ന് അംഗീകരിക്കലാണ് ഇതിൻ്റെ ആദ്യപടി. നമ്മളവരെ കണ്ടിട്ടുണ്ടോ? നമുക്കവരെ കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. വിശ്വാസികളെ സംബന്ധിച്ച് സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതെന്താണ്? യുഅ്മിനൂന ബിൽ ഗൈബി എന്നാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. കണ്ടത് മാത്രം വിശ്വസിക്കുക എന്നുള്ളതിൽ പുതുമയൊന്നുമില്ലല്ലോ, അതിൽ പ്രാധാന്യമൊന്നുമില്ലല്ലോ. കാണാത്തതിൽ വിശ്വസിക്കുകയാണ്. നമ്മുടെ റബ്ബിനെ നമ്മൾ കണ്ടിട്ടില്ല, കാണാതെ വിശ്വസിക്കുകയാണ്. മലക്കുകളെ നമ്മൾ കണ്ടിട്ടില്ല, കാണാതെ വിശ്വസിക്കുകയാണ്. പല വിഷയങ്ങളും ധാരാളം വിശ്വാസികൾ അപ്രകാരം തന്നെയാണ് ഉൾക്കൊള്ളുന്നതും അംഗീകരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിശ്വാസത്തിലൂടെ എന്താണ് നമുക്കുള്ള നേട്ടം? നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയാണ്. മലായിക്കത്തുകളുടെ ലോകത്തെക്കുറിച്ച് പഠിക്കുന്നത് കൊണ്ട് നമുക്കുള്ള പ്രയോജനമെന്ത്? മലക്കുകളിലൂടെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് എന്തൊക്കെയാണോ പ്രമാണങ്ങളിലൂടെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, അവൻ്റെ റസൂലും പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, അതൊക്കെ അംഗീകരിക്കലാണ് രണ്ടാമത്തെ പടി. അവർ നമ്മോടൊപ്പമുണ്ട്, പല കാര്യങ്ങളിലും വിശ്വാസികളുമായിട്ട് അവർ ഇടപഴകിക്കൊണ്ടിരിക്കുന്നുണ്ട് നിത്യജീവിതത്തിൽ എന്നൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് തന്നെ വേറെ അതിൻ്റെ ഘട്ടത്തിൽ നമുക്ക് വിശദീകരിക്കുവാനുണ്ട്. റബ്ബിൻ്റെ അടിമകളാണ് അവരും. അവർ ദൈവങ്ങളല്ല, ആരാധ്യരല്ല, റഹ്മാനായ റബ്ബിൻ്റെ അനുസരണയുള്ള അടിമകൾ മാത്രമാണവർ. അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു കൽപ്പനകൾക്ക് ഇത്രയൊക്കെ ശക്തന്മാരും മല്ലന്മാരുമാണ് മലായിക്കത്തുകൾ എന്നിരിക്കെ തന്നെയും ഒരു നിലക്കും അതിനെ ചോദ്യം ചെയ്യുവാനോ മറികടക്കുവാനോ അവർക്ക് സാധ്യമല്ലാത്ത നിലക്ക് വിനീതരായ അടിമകളാണവർ. റബ്ബിനധിക്കരിക്കാത്തവരാണവർ. എന്തും കൃത്യമായി പറഞ്ഞത് അതാത് സമയങ്ങളിൽ കൽപ്പന പ്രകാരം മുറതെറ്റാതെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധരായ ആളുകളാണ് മലക്കുകൾ എന്ന് നമ്മൾ അംഗീകരിക്കണം. മനുഷ്യരെ പോലെ ജിന്നുകളെപ്പോലെ അവരോടുമുണ്ട് കൽപ്പനകൾ, അവർക്കുമുണ്ട് നിയമങ്ങൾ എന്നും നമ്മൾ വിശ്വസിച്ചിരിക്കണം. റബ്ബിൻ്റെ നിയന്ത്രണത്തിലൂടെ മാത്രമേ അവർക്കും ഏത് കാര്യങ്ങളും ചെയ്യാനാവുകയുള്ളൂ, ഏത് വിഷയത്തിലും ഇടപെടാനാവുകയുള്ളൂ എന്നും നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബിൽ അവരെ പങ്കു ചേർക്കുന്ന വിധത്തിലുള്ള പലതും പല അന്ധവിശ്വാസികളും പ്രചരിപ്പിക്കാറുണ്ട്. അതൊന്നും പാടില്ലാത്തതും അവരെക്കുറിച്ച് നമുക്കതൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. മൂന്നാമതായി, അതിൻ്റെ ഒരു രൂപം വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾ, ഡ്യൂട്ടികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മലക്കുകൾ മുഖേന അവൻ ഈ ലോകത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതേതൊക്കെ വിഭാഗം, ഏതൊക്കെ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അള്ളാഹു അവൻ്റെ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ ആയത്തുകളിലൂടെ ഹദീസുകളിലൂടെ നമുക്കത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട് കിടക്കുന്നുണ്ട്. അതും നമ്മൾ ഒന്നൊഴിയാതെ തന്നെ അവയിലൊക്കെ സമ്പൂർണ്ണമായും നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. അതേതൊക്കെ എന്ന വിശദ വിവരങ്ങൾ ഇൻഷാ അള്ളാഹ് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുണ്ട്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ മലക്കുകളെക്കുറിച്ചുള്ള ഈ ഈമാൻ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലക്കുകൾ ഇവിടെ നിർവഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നന്മതിന്മകൾ എഴുതുന്നവർ, അതേപോലെ തന്നെ കാവലായി അള്ളാഹു ഏർപ്പെടുത്തിയവർ, വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ അവരെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ അറിയുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ ദൃഢമായ തഖ്വയാണുണ്ടാവുക, അവൻ്റെ ഈമാൻ വർദ്ധിക്കുകയാണുണ്ടാവുക. ഏതെല്ലാം കാര്യങ്ങളിൽ സൂക്ഷിക്കേണ്ടതുണ്ടോ അതൊക്കെ അവൻ സൂക്ഷിക്കും. കാരണം റഹ്മാനായ റബ്ബ് ഏൽപ്പിച്ചിട്ടുള്ള മലായിക്കത്തുകളിലൂടെ ഇവിടെ കൃത്യമായി എന്തൊക്കെ നടക്കുന്നു എന്ന് പഠിച്ചറിയുന്ന ഒരു വിശ്വാസി, അവൻ ആണാവട്ടെ പെണ്ണാവട്ടെ, അവൻ്റെ ഈമാനിന് വർധനവാണുണ്ടാവുക. ഇതൊക്കെ അറിയാത്തവരിൽ ഈമാനികമായ ദുർബലതകളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കാര്യഗൗരവത്തോടെ നമ്മൾ ഈ വിഷയങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തിൽ നിന്നാണ്
ഈ വിഭാഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം വളരെ ഗൗരവത്തോടുകൂടി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ആയിഷ ബീവി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂരിൻ, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മിൻ നൂരിൻ, പ്രകാശത്താലാണ്. പ്രകാശത്തിൽ നിന്നാണ് മലക്കുകൾ പടക്കപ്പെട്ടിട്ടുള്ളത്. ഇനി അടുത്തൊരു ഭാഗം ആരാണ് ഇവിടെ? വഖുലിഖൽ ജാന്നു, ജിന്നുകൾ ഭൂതവർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മിൻ മാരിജിൻ മിൻ നാരിൻ, അഗ്നിയുടെ ജ്വാലയിൽ നിന്നാണ്, തീജ്വാലയിൽ നിന്നാണ് ഭൂതവർഗം അഥവാ ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ഇവിടെ ആരാ മൂന്നാമതുള്ളത്? നമ്മളടങ്ങുന്ന മാനവ സമൂഹം. വഖുലിഖ ആദം, ആദം പടക്കപ്പെട്ടിട്ടുള്ളത്, സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മിമ്മ വുസിഫ ലക്കും, നിങ്ങളോട് വർണ്ണിക്കപ്പെട്ടിട്ടുള്ളതിൽ നിന്നാണ്. അഥവാ പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് അതിൻ്റെ മണ്ണിൽ നിന്നാണ്, മണ്ണിൻ്റെ കളിമണ്ണിൻ്റെ സത്തയിൽ നിന്ന് എന്നൊക്കെയുള്ള വിശദ വിവരങ്ങളുണ്ട്. അപ്പോൾ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ, അഗ്നിയുടെ ജ്വാലയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ജിന്നുകൾ, പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവർ മലക്കുകൾ മാത്രമാണ്. ഞാൻ എന്തിനാണ് അത് സൂചിപ്പിക്കുന്നത്? പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട വേറെയും സൃഷ്ടികളുണ്ട്, പ്രകാശത്താൽ പടക്കപ്പെട്ടവരുണ്ട് എന്നൊക്കെ ഇവിടെ പലരും പ്രമാണബദ്ധമായ കാര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് പ്രമാണങ്ങളിൽ ഇല്ലാത്തത് സംസാരിക്കുന്നതായി കാണാൻ സാധിക്കാറുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിക്കപ്പെട്ടത് അള്ളാഹുവിൻ്റെ പ്രത്യേക നൂറിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് മാത്രമല്ല, നബി തങ്ങളുടെ കുടുംബക്കാരായി പ്രത്യേകം അറിയപ്പെടുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവരുടെ ഭർത്താവായ അലി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മക്കളായ പേരമക്കളായ ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ഇവരെയൊക്കെ പ്രകാശത്താലാണ് പടക്കപ്പെട്ടിട്ടുള്ളത് എന്ന വിശ്വാസമൊക്കെ നമ്മുടെ നാടുകളിൽ രചിക്കപ്പെട്ടിട്ടുള്ള മൗലിദ് കിതാബുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമായിരുന്നു എന്നും ആ പ്രകാശത്തിൽ നിന്നാണ് മറ്റു ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ ഇവിടെ മദ്രസകളിൽ കുട്ടികളെപ്പോലും ചില ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്. അതിനൊന്നും നമുക്ക് പ്രമാണങ്ങളിൽ തെളിവുകളില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രമാണബദ്ധമായിരിക്കണം നമ്മുടെ വിശ്വാസം. ഊഹങ്ങളുടെ പേരിൽ, മറ്റാരെങ്കിലും പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളുടെ പേരിൽ വിശ്വാസത്തെ ക്രമപ്പെടുത്തേണ്ടവനല്ല, നിർമ്മിക്കേണ്ടവനല്ല ഒരു യഥാർത്ഥ വിശ്വാസി എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരെപ്പോഴാണ് സൃഷ്ടിക്കപ്പെട്ടത്? മലായിക്കത്തുകളുടെ സൃഷ്ടിപ്പ് നടത്തപ്പെട്ട കാലഘട്ടം ഏതാണ്? ആ കാലഘട്ടത്തെ സംബന്ധിച്ചൊരു കൃത്യമായി നമുക്ക് പറയാനാവില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മനുഷ്യ സൃഷ്ടിപ്പിന് മുമ്പ് തന്നെ മലക്കുകളുടെ ലോകത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്, മലായിക്കത്തുകളെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന വ്യക്തമാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാമല്ലോ അതിന് തെളിവുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, സൂറത്തുൽ ബഖറയിൽ 30-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നിന്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം സ്മരണീയമാണ്. മലക്കുകളോട് പറയാണ്. അള്ളാഹു മലക്കുകളെ വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു പിൻഗാമിയെ, തലമുറയായി മാറി മാറി വരുന്ന ഒരു ഖലീഫയെ, അങ്ങനത്തെ ഒരു വിഭാഗത്തെ നിശ്ചയിക്കാൻ പോകുന്നു എന്ന വിവരം ആദമിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മുമ്പ് തന്നെ മലക്കുകളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും അതിന് മലക്കുകൾ തിരിച്ച് ചോദിച്ചതും അതിന് അള്ളാഹു നൽകിയ മറുപടിയുമൊക്കെ സൂറത്തുൽ ബഖറയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മാത്രമല്ല, സൂറത്ത് ഹിജ്റിലെ 29-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ അതിനെ കൃത്യമായി ശരിപ്പെടുത്തി, ഫൈദാ സവ്വൈതുഹു വനഫഖ്തു ഫീഹി മിർ റൂഹി, എൻ്റെ ആത്മാവിൽ എന്നതിൽ ഞാൻ ഊതിക്കഴിഞ്ഞാൽ, അഥവാ ആദമിൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചാണ്. പ്രഥമ മനുഷ്യൻ്റെ, നമ്മുടെ ആദിമ പിതാവെന്നറിയപ്പെടുന്ന ആദം അലൈഹിസ്സലാമിൻ്റെ ആ സൃഷ്ടിപ്പിൻ്റെ വേളയിൽ അള്ളാഹു മലക്കുകളോട് പറഞ്ഞതാണ്, ഫഖഉ ലഹു സാജിദീൻ, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കണം, സുജൂദിലാവണം എന്നുള്ള കൽപ്പന. അപ്പം ഈ കാര്യത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഇവിടെ മനുഷ്യരുടെ സൃഷ്ടിപ്പിൻ്റെ ആരംഭം ആദം അലൈഹിസ്സലാമിലൂടെയല്ലേ. അതിൻ്റെ മുമ്പ് തന്നെ ഇവിടെ അള്ളാഹു മലായിക്കത്തുകളെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന കാര്യം അതിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി അവരുടെ സൃഷ്ടിപ്പിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ അടുത്ത അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധി വിശ്വാസ കാര്യങ്ങളെ കൃത്യമായി തന്നെ ഗ്രഹിക്കുവാനും
അതിലൂടെ നേടേണ്ടുന്ന ഫലങ്ങൾ നേടിയെടുത്തവരിൽ ഉൾപ്പെടുവാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.